ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ കെമിസ്ട്രിക്കാരൻ. ഇന്ന് നമ്മൾ വീഡിയോയിൽ കുറച്ച് MCQs ആണ്. അതായത് 2019 അതുപോലെ 2020 നമ്മുടെ JEE മെയിൻസിൻ്റെ ഒരു ഫേസ് നടന്നിരുന്നു. അതിനും അതുപോലെ 2019 ചോദിച്ചിട്ടുള്ള പല എക്സാംസിന് ചോദിച്ചിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് ഇയർ ടോപ്പിക്കാണ്. അതിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഞാനൊരു 11 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 11 ക്വസ്റ്റ്യൻസിൽ വരുന്ന തിയറി ഇതിൻ്റെ കൂടെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഞാൻ ഒരുപാട് തിയറി നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഓർഗാനിക്കിൻ്റെ ഒക്കെ ഞാൻ ഇതുപോലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതിന് ഒരുപാട് റെസ്പോൺസ് കിട്ടി. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് തിയറി അത്യാവശ്യം നിങ്ങൾ ക്ലിയർ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. കുറച്ച് പ്രാക്ടീസ് ആവാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റമാണ്. അതിൽ ഒരു 11 MCQs 2019 and 2020. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് നേരെ പോവാണ്. ഇവിടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ MCQs 2019 and 2020 നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഫോർ എമിഷൻ ലൈൻ ഓഫ് അറ്റോമിക് ഹൈഡ്രോജൻ ഫ്രം I means initial is equal to 8 to NF is equal to N. അതായത് ഫൈനൽ സ്റ്റേജിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ N ആണ്. ആൻഡ് ദി പ്ലോട്ട് ഓഫ് വേവ് നമ്പർ ദറ്റ് ഈസ് ന്യൂ ബാർ against 1/n square that n is n final will be Rydberg constant RH is in wave number unit. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് Rydberg കോൺസ്റ്റന്റിന്റെ വാല്യൂ വേവ് നമ്പർ യൂണിറ്റിലാണ് തന്നിട്ടുള്ളതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ലീനിയർ വിത്ത് സ്ലോപ്പ് -RH, ലീനിയർ വിത്ത് സ്ലോപ്പ് +RH, ലീനിയർ വിത്ത് ഇന്റർസെപ്റ്റ് -RH ആൻഡ് നോൺ ലീനിയർ. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എമിഷൻ ലൈൻ ആണ്. എമിഷൻ ലൈൻ ഓഫ് അറ്റോമിക് ഹൈഡ്രോജൻ ആണ്. അതിൽ ഈ എമിഷൻ ലൈൻ ഓഫ് അറ്റോമിക് ഹൈഡ്രോജൻ എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അറ്റോമിക് ഹൈഡ്രോജൻ കണ്ടെയ്ൻസ് ഓൺലി 1 ഇലക്ട്രോൺ. നമ്മൾ 1 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സുമാണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ ഓർബിറ്റ് എന്നുള്ള കോൺസെപ്റ്റും അതുപോലെ ബോർ തിയറി ആ ഭാഗമെല്ലാം ക്ലാസിക്കൽ കോൺസെപ്റ്റാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ ഹെയ്സൻബർഗ്സ് പ്രിൻസിപ്പിൾ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ തൊട്ട് ഇങ്ങോട്ടേക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ഫെയിലായി. പിന്നെ നമ്മളൊരു ന്യൂ മെക്കാനിസം സജസ്റ്റ് ചെയ്തു ഫ്രം എർവിൻ ഷ്രോഡിഞ്ചർ ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരു ഇലക്ട്രോണുള്ള സിസ്റ്റത്തിനെയാണ്. ഒരു ഇലക്ട്രോണുള്ള സിസ്റ്റത്തിന് അല്ലെങ്കിൽ സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളുടെ ഹൈഡ്രോജൻ. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റോമിക് ഹൈഡ്രോജൻ എന്ന് വെച്ചാൽ H ആണ്, ഒറ്റ ഹൈഡ്രജനേ ഉള്ളൂ, ഇനി ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ഇനി ഹീലിയത്തിന് ലൈൻ എമിഷൻ സ്പെക്ട്രം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ബിക്കോസ് ഹീലിയം കണ്ടെയ്ൻസ് 2 ഇലക്ട്രോൺ. ലിത്തിയത്തിന് പഠിക്കാൻ പറ്റില്ല, ബിക്കോസ് ലിത്തിയം കണ്ടെയ്ൻ 3 ഇലക്ട്രോൺസ്. പക്ഷേ ഹീലിയം പ്ലസിന് പഠിക്കാം. വൈ? Now it is contain only 1 electron. Lithium 2+, beryllium 3+, അങ്ങനെ പഠിക്കാം. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉള്ള സിസ്റ്റം അവരെ വിളിക്കുന്ന പേരാണ് സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം. ദേ ആർ ഹൈഡ്രോജൻ ആൻഡ് ഹൈഡ്രോജൻ ലൈക്ക് സ്പീഷീസ് ആൻഡ് ദേ ആർ നോൺ ആസ് ഹൈഡ്രോജനെ പോലെയുള്ളവർ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി 1 ഇലക്ട്രോൺ. സോ എമിഷൻ ലൈൻ ഓഫ് അറ്റോമിക് ഹൈഡ്രോജൻ ഓർ ഹൈഡ്രോജൻ ലൈക്ക് സ്പെക്ട്രം ഫ്രം NI ഇനീഷ്യൽ സ്റ്റേജ് 8 നിന്നും ഫൈനൽ സ്റ്റേജ് N ഒരു എമിഷൻ ലൈൻ ഉണ്ടായി. ആ ലൈനിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലോട്ട് വരയ്ക്കണം. വേവ് നമ്പർ ന്യൂ ബാർ അഗേൻസ്റ്റ് 1/n square ആൻഡ് ദിസ് N is NF വിൽ ബി Rydberg എന്ന് പറയുന്ന RH ആണ്. അത് വേവ് നമ്പറിന്റെ യൂണിറ്റിലാണ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് വേവ് നമ്പർ ആൻഡ് ദാറ്റ് ഇക്വേഷൻ ഈസ് നോൺ ആസ് Rydberg's equation. അല്ലെ, ആ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേര് Rydberg's equation. And Rydberg's equation is nu bar which is equal to RH into Z square into 1/n1 square minus 1/n2 square. 1/n1 square minus 1/n2 square. കുറച്ച് കയറി സാറില്ല കേട്ടോ. 1/n1 square minus 1/n2 square. അത് വേവ് നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയതുകൊണ്ട് ഇത് മീറ്റർ ഇൻവേഴ്സ് എന്ന വേവ് നമ്പറിന്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. നമുക്കിവിടെ യൂണിറ്റിന് ഇപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഇതാണ് ഇക്വേഷൻ. നമ്മൾ പലരും ഈ ന്യൂ ബാർ എന്ന് വെച്ചാൽ ആക്ച്വലി എന്താ? ന്യൂ ബാർ ഇസ് ഈക്വൽ ടു
റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് 1/λ ആണ്. പക്ഷെ നമ്മളത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ദി ഗ്രാഫ് കണക്റ്റിംഗ് ഏതാ വേവ് നമ്പറും അതുപോലെ 1/n². അപ്പോൾ നമ്മൾ ലാംഡ എഴുതേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. ന്യൂ ബാർ എന്ന് വെച്ചാൽ 1/λ ആണ്. പിന്നെ നമ്മൾ പലപ്പോഴും ഇക്വേഷൻ എഴുതുമ്പം RH × Z² എഴുതാറില്ല, സെഡിന്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ്. പക്ഷെ ദാറ്റ് ഈസ് ഓൺലി ഫോർ ഏതാ അറ്റോമിക് ഹൈഡ്രജൻ. ഇപ്പൊ ഹീലിയം പ്ലസിനാണെങ്കിൽ നിങ്ങൾ സെഡിന്റെ സ്ഥാനത്ത് 2 കൊടുക്കണം. ലിഥിയം 2+ ആണെങ്കിൽ അറ്റോമിക് നമ്പർ ഓഫ് ലിഥിയം 3 ആണ്. അപ്പോൾ വാല്യൂസ് എല്ലാം മാറും. അപ്പോൾ നിങ്ങൾ ഈ Z² കൂടെ ഇട്ട് പഠിക്കണം. ഇനി ഇതിനകത്ത് ന്യൂ ബാർ ഇസ് ഈക്വൽ ടു RH × 1² × n1 മീൻസ് n ഇനീഷ്യൽ സ്റ്റേജ് 8 ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് 1 ഇനീഷ്യൽ സ്റ്റേജ് ആണോ 8 അല്ല, 8ൽ എമിഷൻ ലൈൻ അല്ലേ. എമിഷൻ ലൈൻ ആകുമ്പം n1 എന്ന് പറയുന്നത്, ഇപ്പൊ എമിഷൻ എന്ന് പറഞ്ഞ മീനിങ് എന്നാ, അപ്പൊ ഇത് ലോവർ എനർജി, ഇത് ഹയർ എനർജിയാണ്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ n = 1, ഇത് n = 2, ഇത് n = 3 ആണെങ്കിൽ ഇങ്ങോട്ടുള്ള ട്രാൻസിഷൻ വഴി ഇത് അബ്സോർപ്ഷൻ ആണ്. എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങോട്ട് പോവുക. എമിഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ലൈനാണ് എമിഷൻ ലൈൻ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും എവിടുന്നാ വരുന്നതെന്നുള്ളത് n2 ആണ് അല്ലെ, മേളിൽ നിന്ന് താഴേക്ക്. അത് n2 എങ്ങോട്ടാ വരുന്നതെന്നുള്ള n1. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നിങ്ങളുടെ ഈ ni എന്ന് പറയുന്നത് 8 ആൻഡ് ദിസ് ഈസ് ആക്ച്വലി യുവർ n2 ബിക്കോസ് ഇറ്റ് ഈസ് എമിഷൻ ലൈൻ ആണ്. nf എന്ന് പറയുന്ന n ആൻഡ് വിച്ച് ഈസ് ആക്ച്വലി യുവർ n1. അപ്പോൾ നമ്മൾ n1ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, n എന്ന് തന്നെ കൊടുത്തു, കാരണം അവർ പറഞ്ഞിട്ടുണ്ട് അത് n ആയിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി n2ന്റെ n അല്ല കേട്ടോ, n². n2ന്റെ സ്ഥാനത്ത് നമ്മൾ 1/8² കൊടുക്കുന്നു. then which is equal to RH × 1/n² minus 1/8² എന്ന് വന്നു. 8² എത്രയാ, 64. സോ വിച്ച് ഈസ് ഈക്വൽ ടു RH × 1/n² മൈനസ് 1/64. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ n1 അല്ലെങ്കിൽ ഇനീഷ്യൽ കേസിൽ അവർ തന്നിരിക്കുന്ന 8നെ n2 എന്ന് എടുക്കാൻ കാരണം, ബിക്കോസ് ദിസ് ഈസ് എമിഷൻ ലൈൻ ആൻഡ് ഫ്രം എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്, അല്ലെങ്കിൽ താഴെയുള്ള സ്റ്റേറ്റിലേക്കാണ് എമിഷൻ ലൈൻ ഫോം ചെയ്യുക. സോ ദിസ് ഇസ് ഫ്രം n2 ലെവൽ ടു n1 ലെവൽ ആണ്. നമ്മളിത് ഇക്വേഷൻ എഴുതി. ഇനി ന്യൂ ബാർ ഈക്വൽ ടു ആണ്. ഇനി ഞാൻ ഈ RH വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണേ. സോ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു RH/n² മൈനസ് RH ഡിവൈഡഡ് ബൈ 64 എന്ന് എഴുതി അല്ലെ. RH/n² മൈനസ് RH/64. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്നാ, ദി പ്ലോട്ട് ഓഫ് ന്യൂ ബാർ വേഴ്സസ് 1/n² നോക്കാവേ. ന്യൂ ബാറിനെ നമ്മൾ y ആക്സിസിൽ എടുത്തു, 1/n² x ആക്സിസിൽ എടുത്തു. അപ്പോൾ ഈ RH എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ലോപ്പ് m ആണ് ആൻഡ് ദിസ് ഈസ് മൈനസ് ഇന്റർസെപ്റ്റ് ആണ്. അപ്പം നമ്മൾ ഇതൊരു ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പം y ആക്സിസിൽ ന്യൂ ബാർ, x ആക്സിസിൽ 1/n². സോ ദിസ് ഈസ് എ ഗ്രാഫ് വിത്ത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ലോപ്പ് പോസിറ്റീവ് ആണ്, സ്ലോപ്പ് RH ആണ്. പക്ഷേ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ ദിസ് ഈസ് യുവർ y ആക്സിസ്, സ്ലോപ്പ് പോസിറ്റീവ് ആണെന്നുള്ള ഗ്രാഫ് എങ്ങനെയാണ്, ഇവിടുന്ന് ഇങ്ങനെയാണ്. അപ്പോൾ ഗ്രാഫ് ദേ ഇങ്ങനെ വരും, കാരണം നിങ്ങളുടെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് RH ഡിവൈഡഡ് ബൈ 64 നെഗറ്റീവ് ആണ്, അത് താഴേക്കാണ്. പിന്നെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് RH ആണ്, അത് പോസിറ്റീവ് ആണ്, കാരണം എമ്മിന്റെ വാല്യൂ ഇതാ, m ഇസ് ഈക്വൽ ടു എന്താണ്, സ്ലോപ്പ് ആണ്. അപ്പം നിങ്ങളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഗ്രാഫ് ലീനിയർ ആണ് അല്ലെ, ലീനിയർ വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു positive RH. Slope is equal to positive RH. So this is the information obtained from the question. So then we are moving into the options. ഒന്ന് linear with slope minus RH, wrong. Linear with a slope plus RH, correct. So your answer will be second. Linear with intercept minus RH, no. It is the linear with intercept minus RH by 64 or linear with intercept നെഗറ്റീവ് സൈഡിലേക്ക് ആയതുകൊണ്ടാണ് അവർ മൈനസ് പറഞ്ഞിരിക്കുന്നത്. RH ഡിവൈഡഡ് ബൈ 64 ആണ്. ഫോർത്ത് ഓപ്ഷൻ നോൺ ലീനിയർ, ഇറ്റ് ഈസ് ഓൾസോ റോങ് ബിക്കോസ് വി ഗോട്ട് ദി ഗ്രാഫ് ആസ് ലീനിയർ പ്ലോട്ട്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം, ഇപ്പം ഞാൻ തന്നെ ആദ്യം ഒരു ചെറിയ എറർ കാണിച്ചു, ഇത് ഞാൻ n1 എന്ന് പറഞ്ഞെടുത്തു, പക്ഷെ പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് എമിഷൻ ലൈൻ ആണ്. സോ എമിഷൻ ലൈൻ ആയതുകൊണ്ടാണ് ഇത് n2 എന്ന് എടുത്തത്. സോ n ഫൈനൽ എന്നുള്ളത് n1, അപ്പം മേലിൽ നിന്ന് താഴേക്കാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഗ്രാഫ്സ് ഷോൺ ബിലോ ഡസ് നോട്ട് represent the relationship between incident light and the electrons ejected from metal surface അല്ലേ. അതായത് താഴെ തന്നിരിക്കുന്ന 4 ഗ്രാഫുകളുണ്ട്. ഗ്രാഫ് ഞാൻ മൊത്തം കാണിച്ചു തരാം. ആ ഗ്രാഫിലെ ഏത് ഗ്രാഫാണ്, അതായത് ഇൻസിഡന്റ് ലൈറ്റും ഇജക്റ്റഡ് ഇലക്ട്രോണും മെറ്റൽ സർഫസിൽ നിന്നുള്ള ഇജക്റ്റഡ് ഇലക്ട്രോണും തമ്മിലുള്ള റിലേഷനെ കാണിക്കാത്തതെന്നാണ്. സോ ദിസ് ടോപ്പിക് ഈസ് ആക്ച്വലി ഫ്രം ഏതാ,
ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അല്ലേ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നുള്ള ഫിനോമിനയിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിൽ അവർ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഇജക്ട് ചെയ്ത ഇലക്ട്രോണിന്റെ എണ്ണം ഫ്രീക്വൻസിയും കൂടെ വരയ്ക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടി. അതായത് ആദ്യം നിങ്ങൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പം നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് കൂടുന്നു, പിന്നെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താലും ഇജക്റ്റഡ് ഇലക്ട്രോണിന്റെ എണ്ണം അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ഗ്രാഫ്. രണ്ടാമത്തെ ഗ്രാഫിൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണും ഇന്റൻസിറ്റി ഇൻക്രീസസ് ബട്ട് കൈനറ്റിക് എനർജി റിമൈൻസ് സെയിം. അതും രണ്ടാമത്തെ ഗ്രാഫ്. മൂന്നാമത്തത് കൈനറ്റിക് എനർജി ആൻഡ് ഫ്രീക്വൻസി ഇൻക്രീസസ് കൈനറ്റിക് എനർജി ഇൻക്രീസസ്, സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് അല്ലെ, പാസിംഗ് ത്രൂ ദി ഒറിജിൻ ബിക്കോസ് ദേ ആർ ഡയറക്ട്ലി റിലേറ്റഡ്. അതുപോലെ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസും എനർജി ഓഫ് ഫോട്ടോണും അത് ഈ സീറോ ആക്സിസിൽ നിന്ന് കുറച്ച് മാറി, ആൻഡ് ദിസ് ഇസ് ഓൾസോ സീറോ വാല്യൂ കുറച്ച് മാറിയിരിക്കുന്നത്. അങ്ങനെ മൊത്തം 4 ഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഗ്രാഫാണ് നമ്മളുടെ ഇൻസിഡന്റ് ലൈറ്റിന്റെയും ഇജക്റ്റഡ് ഇലക്ട്രോണിന്റെയും ഒരു റിലേഷൻഷിപ്പ് കാണിക്കാത്തതെന്നാണ് ചോദ്യം. അതിന് ആദ്യം നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഇക്വേഷൻ എഴുതണം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒരു മെറ്റൽ സർഫസ്, ഇതൊരു മെറ്റൽ സർഫസ് ആണ്. ഇതിലേക്ക് നിങ്ങളൊരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പം, ലൈറ്റ് ഹാവിങ് എ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ന്യൂ ഇൻസിഡന്റ് ചെയ്യുമ്പം ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ അത് വെച്ച് ഇടിയിട്ടി പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നു. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ലൈറ്റ് വന്നിടിച്ചപ്പം ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു. സോ ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അല്ലെ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇങ്ങനെ ഇറങ്ങി പോകണമെങ്കിൽ നിങ്ങളുടെ മെറ്റലിന് ഒരു സർട്ടൺ ഫ്രീക്വൻസി ഉണ്ട്. അപ്പം നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ എനർജി എന്ന് പറയുന്ന എച്ച് ന്യൂ ആണ്. ഇവിടെ ഉള്ള ഫ്രീക്വൻസി ന്യൂ സീറോ, ഞാൻ അങ്ങനെ റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണ്, ന്യൂ സീറോ. അപ്പോൾ ഇവിടെയുള്ള എനർജി എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ സീറോ ആണ്. അപ്പം ഇവിടെ ഇടിക്കുന്ന ആളുടെ എനർജിയും ഇവിടെ ഇരിക്കുന്ന ആളുടെ എനർജിയും സെയിം ആണെങ്കിൽ ഇയാൾക്ക് ഇടിച്ച് തെറിപ്പിക്കാൻ പറ്റില്ല. ഇടിക്കാൻ വരുന്ന ആളുടെ എനർജി കുറവാണെങ്കിൽ ഇടിച്ച് തെറിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇടിക്കാൻ വരുന്ന ആളുടെ എനർജി ഇതിനേക്കാൾ കൂടുതലായിരിക്കണം. എന്ന് വെച്ചാൽ ന്യൂ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലിന് ഒരു സർട്ടൺ ഫ്രീക്വൻസി ഉണ്ട്, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺസിനെ ഇടിച്ച് പുറത്തേക്ക് തെറിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ ചോദിക്കട്ടെ, ഇയാളെ ഇടിക്കുമ്പം ഇയാൾക്ക് കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് ഇതാണ്, എച്ച് ന്യൂ ആണ്. ഇടിക്കുമ്പോൾ കൊടുക്കുന്ന എനർജി എച്ച് ന്യൂ ആണ്. അത് 2 കാര്യങ്ങൾക്കാണ് നമ്മളുടെ ലൈറ്റിന്റെ എനർജി യൂസ് ചെയ്തത്. ഒന്ന്, ഇലക്ട്രോണിനെ ഇവിടുന്ന് പൊട്ടിക്കാൻ, ദാറ്റ് ഈസ് എ ബൈൻഡിങ് എനർജി. ഇലക്ട്രോണിനെ ന്യൂക്ലിയർ അട്രാക്ഷനെ പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് എനർജി എടുത്തു. ആ എനർജി എന്ന് പറയുന്നതാണ് ഇത്. ഏതാ? എച്ച് ന്യൂ സീറോ. പ്ലസ് ബാക്കിയുള്ള എനർജി ഇങ്ങോട്ട് പോകുന്ന ഇലക്ട്രോൺ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് എനർജി വേണം? കൈനറ്റിക് എനർജി. അപ്പോൾ ബാക്കി കൈനറ്റിക് എനർജി ആയിട്ട് സപ്ലൈ ചെയ്തു. സോ ടോട്ടൽ എനർജി ഗിവൺ വിൽ ബി ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദ ബൈൻഡിങ് എനർജി ആൻഡ് കൈനറ്റിക് എനർജി, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് നിങ്ങൾ കൊടുക്കുന്ന എനർജി ഇപ്പോൾ 100 കിലോ ജൂൾ ആണെന്ന് വിചാരിച്ചോ, 100 കിലോ ജൂൾ എനർജിയാണ് നിങ്ങൾ കൊടുത്തത്. അതിൽ ഇലക്ട്രോണിനെ പറിച്ചു കളയാൻ വേണ്ടി നിങ്ങളൊരു 60 കിലോ ജൂൾ എനർജി ഉപയോഗിച്ചു. ബാക്കി 40 നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. ആ 40 നിങ്ങൾ കൈനറ്റിക് എനർജി ആയിട്ട് കൊടുത്തേ പറ്റൂ. കാരണം എനർജി cannot be created nor be destroyed but can be converted from one form to another form. So h nu equal to h nu 0 plus kinetic energy എന്നായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എടുക്കാൻ പോവാം. കാരണം കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു, ഇത് അവിടെ നിർത്തി ഇത് അപ്പുറം കൊണ്ടുപോവാം, എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ അല്ലെ. കൈനറ്റിക് എനർജി ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി ത്രഷോൾഡ് ഫ്രീക്വൻസി നിങ്ങളുടെ ലൈറ്റിന്റെ ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെങ്കിലോ ഈക്വൽ ആണെങ്കിലോ, അതായത് ന്യൂ ലെസ് ദാൻ ന്യൂ സീറോ ആണെങ്കിലോ ന്യൂ ഈക്വൽ ടു ന്യൂ സീറോ ആണെങ്കിലോ നോ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ ഈ കണ്ടീഷൻ ഫോളോ ചെയ്തേ കൊടുക്കാവുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പം ഇവിടുന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടണം. അതായത് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഭയങ്കരമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇജക്ഷനിൽ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിന്റെ നമ്പർ കൂടും. ഒന്നുകൂടെ പറയാം, നിങ്ങൾ ഇപ്പം ഈ കണ്ടീഷൻ കീപ്പ് ചെയ്താൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കില്ല. നിങ്ങൾ ഇനി ഇന്റൻസിറ്റി എത്ര കൂട്ടി കൊടുത്താലും ഇത് നടക്കില്ല, കാരണം കണ്ടീഷൻ റോങ് ആണ്. ഇനി നിങ്ങൾ കണ്ടീഷൻ ഒബേ ചെയ്ത് ലൈറ്റ് കൊടുത്തു, എന്നിട്ട് നിങ്ങൾ ബ്രൈറ്റ്നസ് കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്ന ഭയങ്കരമായിട്ട് കൂടും. സോ ദി ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്രീക്വൻസി ബട്ട് ദി നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇന്റൻസിറ്റി ആണ്. മനസ്സിലായോ? അങ്ങനെ നോക്കുമ്പം നമ്മൾ ആദ്യത്തെ ഗ്രാഫിലേക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഗ്രാഫ്, നിങ്ങൾ ഫ്രീക്വൻസി ലൈറ്റിന്റെ ഫ്രീക്വൻസി 0 ആണ്. ഫ്രീക്വൻസി ഒന്നും ഇല്ല എങ്കിൽ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യില്ല. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്തോറും എന്ത് ചെയ്യാം? ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാം.
പക്ഷേ ഇനി നിങ്ങൾ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരുന്നാൽ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൂടത്തൊന്നുമില്ല. ആദ്യം എന്ത് ത്രഷോൾഡ് ഫ്രീക്വൻസി ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ എന്നുള്ള കണ്ടീഷൻ വന്നത് ഈ പോയിന്റിൽ വെച്ചാണ്. ഈ പോയിന്റ് വെച്ച് എമിഷൻ സ്റ്റാർട്ടായി. പിന്നെ നിങ്ങൾ ഫ്രീക്വൻസി കൂട്ടിയാലും നിങ്ങളുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യും. സോ ദിസ് ഗ്രാഫ് ഇസ് കറക്റ്റ്. ഒന്നാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഗ്രാഫിൽ കൈനറ്റിക് എനർജിയും ഇന്റൻസിറ്റിയാണ്. കൈനറ്റിക് എനർജിയും ഇന്റൻസിറ്റിയും തമ്മിലുള്ള ഗ്രാഫ്. നിങ്ങൾ ഇന്റൻസിറ്റി ഇപ്പം ഞാൻ പറഞ്ഞു കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഫ്രീക്വൻസിയാണ് അല്ലെ. കൈനറ്റിക് എനർജി റിലേറ്റഡ് ടു ഫ്രീക്വൻസിയാണ്. അപ്പം നിങ്ങളിവിടെ കൈനറ്റിക് എനർജി ഇലക്ട്രോണിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇന്റൻസിറ്റി കൊടുത്തു. നോക്കിയേ ഇന്റൻസിറ്റി എത്ര കൂട്ടിയിട്ടും അല്ലെങ്കിൽ ഇന്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു, കൈനറ്റിക് എനർജിക്ക് ഒരു മാത്രമില്ല. കാരണം കൈനറ്റിക് എനർജി ഒരിക്കലും ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് മാറില്ല. കൈനറ്റിക് എനർജി ഒരിക്കലും ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് മാറില്ല. സോ ദിസ് ഗ്രാഫ് ഇസ് ഓൾസോ കറക്റ്റ് അല്ലെ. ഇന്റൻസിറ്റി നിങ്ങൾ എത്ര കൂട്ടി കൊടുത്താലും ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി റിമൈൻസ് സെയിം ആണ്. ഇനി മൂന്നാമത്തെ ഗ്രാഫിൽ കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസിയാണ്. അപ്പോൾ ആ റിലേഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. കൈനറ്റിക് എനർജി അവർ ഏത് ആക്സിസിലാണ് വരച്ചിരിക്കുന്നത്? വൈ ആക്സിസിൽ വരച്ചു. അതുപോലെ ഫ്രീക്വൻസി ഓഫ് ദി ലൈറ്റ് ന്യൂ അത് നമ്മൾ എക്സ് ആക്സിസിൽ വരച്ചു. സോ വൈ ഇസ് ഈക്വൽ ടു എം എക്സ് മൈനസ് സി ആണ്. സോ ഒബ്വിയസ്ലി ദിസ് ഗ്രാഫ് ഇസ് റോങ്. കാരണം ഈ ഗ്രാഫിന്റെ വൈ ഇന്റർസെപ്റ്റ് 0 ആണ്. പക്ഷെ നമുക്കറിയാം ഇതിന്റെ വൈ ഇന്റർസെപ്റ്റ് നെഗറ്റീവ് സൈഡിൽ എച്ച് ന്യൂ 0 ആണ്. സോ ദി കറക്റ്റ് ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ വേണം വരാൻ. പക്ഷെ തന്നിരിക്കുന്ന ഗ്രാഫ് ഇതാണ്. സോ this graph is wrong and this is your answer. So this graph does not represent the relationship between incident light and the electrons ejected because kinetic energy related to frequency of light correct ആണ്. പക്ഷേ ഇന്റർസെപ്റ്റ് 0 അല്ല. ഇന്റർസെപ്റ്റ് ആക്ച്വലി ഒരു h nu 0 എന്ന് പറയുന്ന ഇന്റർസെപ്റ്റ് നെഗറ്റീവ് ആക്സിസിലുണ്ട്. സോ ദിസ് ഗ്രാഫ് ഇസ് റോങ്. അടുത്ത കൈനറ്റിക് എനർജി ആൻഡ് എനർജി ഓഫ് ലൈറ്റ് ആണ്. അതായത് കൈനറ്റിക് എനർജി ഇൻക്രീസസ് വിത്ത് എനർജി ഓഫ് ലൈറ്റ്. നോക്കിയേ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന എനർജി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. അതിൽ ഒരു ഭാഗം എന്തിനുപയോഗിച്ചു? പൊട്ടിക്കാൻ ഉപയോഗിച്ചു. അത് 60 ഈ മെറ്റലിന് ഇപ്പോൾ 60 കിലോ ജൂൾ ആണെങ്കിൽ അത് 60 കിലോ ജൂൾ തന്നെയാണ്. പൊട്ടിക്കാൻ അതിൽ കൂടുതൽ എനർജി വേണ്ട. അപ്പം നിങ്ങൾ 100 കിലോ ജൂൾ കൊടുത്തപ്പം 60 കിലോ ജൂൾ എടുത്തു, ബാക്കി 40 കൈനറ്റിക് എനർജി കൊടുത്തു. ഇനി നിങ്ങൾ 200 കൊടുത്താലോ? അപ്പോഴും ഇയാൾ 60 എടുത്താൽ മതി, പൊട്ടിക്കാൻ 60 മതി. ബാക്കിയുള്ള 140 കിലോ ജൂൾ കൈനറ്റിക് എനർജി ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എനർജി കൂടുന്തോറും ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. സോ ദിസ് ഗ്രാഫ് ഈസ് കറക്റ്റ്. ഇനി എന്തുകൊണ്ട് ഇവിടെ വന്നു നോക്കാൻ വേണ്ടി ഇത് കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോണും ഇത് എനർജി ഓഫ് ദി ലൈറ്റും ആണ്. നോക്കിയേ കൈനറ്റിക് എനർജിയും എനർജി ഓഫ് ദി ഇലക്ട്രോൺ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എനർജി ഓഫ് ലൈറ്റ് ആണ് അല്ലെ, മൈനസ് എച്ച് ന്യൂ 0. നോക്കിയോ ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. അപ്പൊ ഇതെന്ത് വരും? മൈനസ് സി ഇന്റർസെപ്റ്റ് വരും. നോക്കിയോ ഗ്രാഫ് നോക്കിയേ, നമ്മൾ ഇതിങ്ങനെ നീട്ടി വരച്ചിട്ടാണെങ്കിൽ ഇത് വൈ ആക്സിസിലെ നെഗറ്റീവ് സൈഡിൽ ഇന്റർസെപ്റ്റ് ചെയ്തു, ഇവിടെ നെഗറ്റീവ് സൈഡിൽ ഇന്റർസെപ്റ്റ് ചെയ്യണം. സോ ദിസ് ഗ്രാഫ് ഇസ് ഓൾസോ കറക്റ്റ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചോദ്യത്തിൽ ഇൻസിഡന്റ് ലൈറ്റും ഇലക്ട്രോൺ ഇജക്റ്റഡ് ഫ്രം ദി മെറ്റൽ സർഫസുമായിട്ട് ബന്ധമില്ലാത്ത ഗ്രാഫ് ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഇനി ആലോചിക്കുക, എനർജിയും ഫ്രീക്വൻസിയും ഡയറക്ട്ലി റിലേറ്റഡാ. ഇത് എനർജിയുടെ ഗ്രാഫ് ആണെങ്കിൽ ഇത് തന്നെയാണോ ഫ്രീക്വൻസിയുടെ ഗ്രാഫ്? രണ്ട് സെയിമേ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന 0 ഇന്റർസെപ്റ്റ് ആണ്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, then we are moving into the third question. The ground state energy of hydrogen atom is minus 13.6 electron volt. അവർ ഇലക്ട്രോൺ വോൾട്ടിലാണ് വാല്യൂ തന്നിരിക്കുന്നത്, minus 13.6 electron volt. The energy of second excited state of helium plus ion in electron volt is in electron volt is. നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ഈസ് മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അതുപോലെ ദി എനർജി ഓഫ് ദി സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹീലിയം പ്ലസ്. അപ്പം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, ദി എനർജി ഓഫ് ദി സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹീലിയം, അത് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മളുടെ ചാപ്റ്റർ എൻറ്റയർ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇസ് ആൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈസ് ദി തിയറി ഓഫ് അല്ലെങ്കിൽ ഈസ് ദി എക്സ്പ്ലനേഷൻ ഫോർ സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ആണ്. അപ്പോൾ ഹീലിയത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ഡാറ്റ ഇസ് ഇൻസഫിഷ്യൻ്റ് എന്നോ അല്ലെങ്കിൽ വി കനോട്ട് ഡിറ്റർമൈൻ ദി എനർജി ഓഫ് സെക്കൻഡ് എക്സൈറ്റഡ് എന്നോ പറയാനുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ ആകെയുള്ളത് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. അപ്പോൾ ഇവിടെ H+ ആയതുകൊണ്ട് ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 ആണ്. സോ ദിസ് ഇസ് ഹൈഡ്രജൻ ലൈക്ക്, സോ വി ക്യാൻ ഡു ദാറ്റ് വൺ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. അതിൽ എനർജി ഓഫ് nth സ്റ്റേറ്റ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? മൈനസ് 13.6 Z² ഡിവൈഡഡ് ബൈ n². Z² എന്ന് വെച്ചാൽ ഏതാ? അറ്റോമിക് നമ്പർ. ഇത് n². ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം ആണ്. അതായത് നമ്മൾ ഈ ഇലക്ട്രോൺ വോൾട്ടിലും ജൂളിലും എർഗിലൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. സോ ഇലക്ട്രോൺ വോൾട്ട് അവർ തന്നുകൊണ്ട് മൈനസ് 13.6 Z² ബൈ n² ഇലക്ട്രോൺ വോൾട്ട് ആണ്.
ഇനി ഇതിൽ നമ്മൾ ഹൈഡ്രോജൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ മീനിങ് എന്നാ, n is equal to 1. എന്നിൻ്റെ വാല്യൂ ഒരിക്കലും 0 വരില്ല. 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/0 നോട്ട് ഡിഫൈൻഡ് ഇൻഫിനിറ്റി വരും. അപ്പോൾ ഇത് n is equal to 2 ആണ്, ഇത് n is equal to 3 ആണ്, ഇത് n is equal to 4 ആണ്, ഇത് n is equal to 5 ആണ്. എന്നൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഗ്യാപ്പ് കൂടുതൽ, ഇവിടെ കുറച്ച് കുറഞ്ഞ് അങ്ങനെ മേളിലോട്ട് ചെല്ലുന്നതോളം ഞങ്ങൾ ഗ്രാഫ് അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞു വരും. അപ്പം മേളിൽ ചെല്ലുമ്പോൾ ലൈൻസ് എല്ലാം ഭയങ്കര ക്ലോസ്ഡ് വാല്യൂസ് ആയിരിക്കും. അതിൻ്റെ റീസണൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ റീസൺ അറിയാം. ഇതെന്ന് പറയുന്നത് ഏതാ, എനർജി ആക്സിസ് ആണ് അല്ലേ. ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ -13.6 എന്ന് പറഞ്ഞാൽ ഇത് 2 ലെവലാണ്. ഇത് 4 സ്ക്വയർ വരും, അടുത്ത 9 സ്ക്വയർ ആണ്. പക്ഷേ വാല്യൂ ഭയങ്കരമായിട്ട് കൂടുവാണ് ഇവിടെ അല്ലേ. ഇപ്പോൾ വാല്യൂ ഇവിടെ ഭയങ്കരമായിട്ട് n സ്ക്വയറിൻ്റെ വാല്യൂ കൂടുന്നു. അപ്പോൾ ഈ ഗ്രാഫിൽ ഇത്രയും ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വരുന്ന ഗ്രൗണ്ട് ലെവലിലാണ്. ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കാനാണ് എല്ലാവർക്കും കൂടുതൽ താല്പര്യം. കാരണം എനർജി ഭയങ്കര കുറവാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. മുകളിലോട്ട് പോകുന്നതോറും ഗ്രാഫ് ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, മുകളിലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ വാല്യൂ കൂടുവാണ്. ഇവിടുത്തെ വാല്യൂ കൂടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് ഈ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് കുറയുമ്പം ഇവിടെ ഏത് സൈൻ ഉണ്ട്, മൈനസ് സൈനും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓരോ ഡിഫറൻസ് എന്ന് പറയുന്നത് മേളിലേക്ക് വരുമ്പോൾ ക്ലോസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് എനർജിയുടെ എക്സ്പ്രഷനാണ്. ഇനി ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ E1 ആണ്. സോ E1 is equal to -13.6. ഹൈഡ്രോജൻ ആയതുകൊണ്ട് 1 സ്ക്വയർ, n ഏറ്റവും ആദ്യത്തെ ലെവൽ ആയതുകൊണ്ട് 1 സ്ക്വയർ which is equal to -13.6 ഇലക്ട്രോൺ വോൾട്ട്. അത് അവർ ഓൾറെഡി തന്നു. ഇനി ചോദ്യം എനർജി ഓഫ് ദി സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പം ഞാൻ ഇത് ഹീലിയം പ്ലസ് എന്നാണ് വരച്ചിരിക്കുന്നത് വിചാരിക്കാം. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ഇത് ഫസ്റ്റ് എക്സൈറ്റഡും ഇത് സെക്കൻഡ് എക്സൈറ്റഡും. നമ്മളെ ഏറ്റവും കൂടുതൽ കളയുന്ന ഒരു സാധനമാണ് സെക്കൻഡ് എക്സൈറ്റഡ് n equal to 2 അല്ല, റോങ്. n is equal to 3 ആണ്. അപ്പം മറക്കരുത്, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇതാണ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n equal to 2. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n equal to 3 ആണ്. അപ്പം നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന n equal to 2 എന്ന് എടുക്കും. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതാ, E3 ഫോർ ഹീലിയം പ്ലസ് ആണ്, which is equal to -13.6. Z സ്ക്വയർ എത്രയാ, 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ എത്രയായിരുന്നു, എന്നിൻ്റെ വാല്യൂ 3 സ്ക്വയർ, അത്രയും ഇലക്ട്രോൺ വോൾട്ട്, which is equal to -13.6 into 4 divided by 9 വരും. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പം -6.04 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. അപ്പോൾ ഓർത്തോണം, നിങ്ങൾ ഇവിടെ ആകെ തെറ്റിക്കാനൊരു ചാൻസ് സെക്കൻഡ് എക്സൈറ്റഡ് ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് എന്ന് പറയുമ്പം എന്നിൻ്റെ വാല്യൂ 2 ആണ്, 2 അല്ല 3 ആണ്. എന്നിൻ്റെ വാല്യൂ 2 എന്ന് നമ്മൾ റോങ് ആയിട്ട് എടുക്കും. എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം യുവർ ആൻസർ വിൽ ബി -6.04 ഇലക്ട്രോൺ വോൾട്ട്. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ 1. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ദി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ അസോസിയേറ്റഡ് വിത്ത് എ ഫോട്ടോ ഇലക്ട്രോൺ ഇവിടെ കാണത്തില്ലോ, ഫോട്ടോ ഇലക്ട്രോൺ വേരീസ് വിത്ത് ദി ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ ആസ് എന്നാണ് ചോദ്യം. അതായത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ തന്നിട്ടുണ്ട്. അസോസിയേറ്റഡ് വിത്ത് എ ഫോട്ടോ ഇലക്ട്രോൺ വേരീസ് വിത്ത് ദി ഫ്രീക്വൻസി ന്യൂ ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ. നമ്മൾ ഫോട്ടോ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസിഡന്റ് റേഡിയേഷൻ കൊടുത്തു, അത് ന്യൂ ആണ്. ന്യൂ സീറോ എന്താണ്, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് അവർ തന്നില്ലെന്ന് നമുക്കറിയാം. അവർ തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് തന്നെ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ which is equal to h/p ആണ് അല്ലെ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ മൊമെന്റം which is equal to h/mv ആണ്, ബിക്കോസ് മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇനി നിങ്ങൾക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്തും ഫ്രീക്വൻസി ആയിട്ടുള്ള ബന്ധമാണ്. അപ്പം നമ്മൾ ഇതിനകത്തൊരു കാര്യം ചെയ്യാൻ പോവാണ്, കൈനറ്റിക് എനർജിയുടെ റിലേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്നാ, കൈനറ്റിക് എനർജി ഈക്വൽ ടു h nu minus h nu 0. നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അനുസരിച്ച് ദി ഫ്രീക്വൻസി എനർജി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ ക്യാൻ ബി ഒരു ഉറുമ്പ് വന്നല്ലോ. Energy of incident radiation is divided into 2 purposes. ഒന്ന് ബൈൻഡിങ് എനർജി, പിന്നെ ഒന്ന് കൈനറ്റിക് എനർജി. ഇതിൽ നിന്ന് കൈനറ്റിക് എനർജി ഈക്വൽ ടു h nu minus h nu 0 എന്ന് കിട്ടി. ഈ റിലേഷൻ ഇവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ന്യൂ ഉണ്ട്, ന്യൂ 0 ഉണ്ട്. ഇനി ഞാനിവിടെ h/mv എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താണ്, ½ mv² ആണ് അല്ലെ, ½ mv². ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജി ½ mv² ഉണ്ട്. അപ്പൊ ഈ ½ mv² എന്നുള്ളിടത്ത് ഞാനൊരു കാര്യം ചെയ്യാൻ പോണേ, ഇതിനെ m വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ m വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ m വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് m വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ m²v²/m എന്ന് വരും. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് m²v² എടുത്തു. m²v² ഈക്വൽ ടു 2 kEm എന്ന് വന്നു. m²v² ഈക്വൽ ടു 2 kEm.
അങ്ങനെയാണെങ്കിൽ MV is equal to എന്തെന്ന് വരും? √2KEM എന്ന് വന്നില്ലേ? മനസ്സിലായോ? അതായത് ലാംഡ ഇസ് ഇക്വൽ ടു h/p ഓർ h/mv എന്നറിയാം. അത് അവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് ന്യൂ സീറോ കൂടെ കണക്ട് ചെയ്യണം. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ കൈനറ്റിക് എനർജി ഇക്വൽ ടു HU മൈനസ് HNu0. ഇനി നിങ്ങൾക്ക് ഇവിടെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് mv² ആണ്. നമ്മളതിനെ m വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, m വെച്ച് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഇക്വൽ ടു ഹാഫ് m²v²/m എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ റിലേഷനിൽ നിന്ന് നമ്മൾ എന്തെടുത്താൽ മതി? കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ എടുത്ത് മാറ്റി ചെയ്യാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. അപ്പം ആ രീതിയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇനി നിങ്ങൾക്ക് വേണം അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. അപ്പം ഇതാണ് നമ്മളുടെ ക്വസ്റ്റനെ. ആദ്യം ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആണ്. അതവിടെ കിടക്കട്ടെ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv² ആണ് അല്ലേ? ഇതിൽ നിന്ന് v² ഈക്വൽ ടു 2 ഇൻറ്റു കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ m ആണ്. സോ v is equal to √2 ഇൻറ്റു കൈനറ്റിക് എനർജി കാണത്തില്ല അല്ലേ? കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ m ആണ്. നിങ്ങൾ ഈ വാല്യൂ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു എന്ത് വരും? h/m ഇൻറ്റു √2 കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ m എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു h/√, ഈ m അകത്തോട്ട് കയറുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു കൈനറ്റിക് എനർജി m²/m എന്ന് വരും അല്ലേ? m വെളി അകത്തോട്ട് കയറുമ്പോൾ m², m ക്യാൻസൽ ആയിപ്പോയി. വിച്ച് ഈസ് ഈക്വൽ ടു h/√2KE ഇൻറ്റു m എന്ന് വന്നു. നോക്കിയേ, ഇപ്പം ഈ റിലേഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്തു. ഇവിടെ നമ്മളിപ്പോൾ കിട്ടിയത് എന്താ? MV is equal to √2KEM എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ MVയുടെ വാല്യൂ നിങ്ങൾ ഇതിലേക്ക് നേരെ കൊണ്ടിട്ട് കൊടുത്താൽ എന്ത് വരും? ലാംഡ is equal to h/√2KEM എന്ന് കിട്ടൂലേ? ലാംഡ is equal to h/√2KEM. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതി ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മൾ ഫൈനലി എത്തിച്ചേർന്ന എവിടെയാണ്? ലാംഡ is equal to h/2KEM. ഇനിയൊരു പ്രശ്നമുള്ളത്, നമ്മൾക്ക് വേണ്ടത് ഇവരുടെ റിലേഷനാണ്. വേണ്ടത് ഈ ന്യൂ സീറോ റിലേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഈ കൈനറ്റിക് എനർജി എന്താണെന്ന് നിങ്ങൾക്കറിയാം. കൈനറ്റിക് എനർജി ഈക്വൽ ടു HNu മൈനസ് HNu0 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ0 ആണ്. അപ്പോൾ ഈ വാല്യൂ ഇവിടെ കൊണ്ട് കൊടുത്തേ. അപ്പോൾ എന്ത് വരും? ലാംഡ ഇസ് ഈക്വൽ ടു h/√2 ഇൻറ്റു ഏതാ m ഇൻറ്റു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ0 എന്ന് വരും അല്ലെ? h ഡിവൈഡഡ് ബൈ √2m h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ0. അങ്ങനെയാണെങ്കിൽ h ഡിവൈഡഡ് ബൈ √2mh അല്ലേ? എന്നിട്ട് ന്യൂ മൈനസ് ന്യൂ0 റേസ് ടു 1/2 എന്ന് മാറ്റി എഴുതി. ഇനി ഇത്രയും ഭാഗം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/new മൈനസ് ന്യൂ0 റേസ് ടു 1/2. സോ ദിസ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ, എന്തായിരുന്നു ചോദ്യം? റിലേഷൻ ബിറ്റ്വീൻ de Broglie wavelength associated with a photoelectron varies with the frequency. So your answer is lambda directly proportional to 1/new minus ന്യൂ0 raised to 1/2. So your answer is option 2 അല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ 2. ചെയ്താൽ മനസ്സിലായോ? നിങ്ങൾക്ക് ഈ രീതി ചെയ്താൽ മതി കേട്ടോ. പിന്നെ പറ്റുമെങ്കിൽ ഈ റിലേഷൻ അങ്ങ് ബൈ ഹാർട്ട് ചെയ്യണം. എന്ത്? ലാംഡ ഇസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ √2mKE. ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. ലാംഡ ഇസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ √2mKE. അപ്പോൾ നമ്മളുടെ 4ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദി വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ if the light of wavelength 4000 angstrom generates photoelectrons of velocity 6 into 10 raised to 5 meter per second from it? അതായത് what is the work function of the metal എന്നാണ് ചോദ്യം അല്ലെ? വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ എന്നാണ് ചോദ്യം. അതിൽ ലൈറ്റ് ഏത് വന്നു വീഴുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 4000 ആങ്സ്ട്രം ആണ്. അവർ ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഇജക്ട് ചെയ്ത് പോകുന്ന ഫോട്ടോ ഇലക്ട്രോണിന്റെ വെലോസിറ്റി 6 into 10 raised to 5 meter per second ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇത് ഏതിന്റെ ആപ്ലിക്കേഷൻ ആണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. നമുക്ക് ചെയ്യാം. പറഞ്ഞോ. HNu is used for HNu0 plus kinetic energy, and this is your very famous photoelectric equation അല്ലേ? നമ്മളോട് ചോദ്യം what is the work function? HNu0നെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ ആൻഡ് ദി റെപ്രസെൻറ്റേഷൻ ഈസ് 5. അപ്പോൾ നമ്മളിതിനെ മോഡിഫൈ ചെയ്തു. HNu is equal to 5 plus kinetic energy. സോ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ച 5 ആണ്. സോ 5 is equal to HNu minus kinetic energy എന്നായി അല്ലെ? HNu minus kinetic energy.
ഇനി നമ്മൾ ഈ 5 ഇത് ചോദിച്ചേക്കുന്ന വർക്ക് ഫംഗ്ഷൻ അല്ലേ, നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കാൻ പോവാം. എച്ച് ന്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവർ പകരം ഫ്രീക്വൻസിക്ക് പകരം വേവ് ലെങ്ത് ആണ് തന്നത്. സോ എച്ച് സി ബൈ ലാംഡ മൈനസ് കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് mv² ആണ്. സോ കുറച്ച് ലെങ്തി കാൽക്കുലേഷൻ ആണ്. ഇതിൽ എച്ചിന്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്, സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയുന്നത് 4000 ആങ്സ്ട്രോം ആണ്. അപ്പം ഞാനിവിടെ ലാംഡ ഒന്ന് മോഡിഫൈ ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു 4000 ആങ്സ്ട്രോം. അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പം 4000 ഇൻറ്റു 10⁻10 മീറ്റർ. ഈ 3 സീറോയും കൂടെ കട്ട് ചെയ്യുമ്പം 4 ഇൻറ്റു 10⁻7 മീറ്റർ എന്ന് വരും. അപ്പം ഞാനിതിവിടെ കൊടുത്തു 4 ഇൻറ്റു 10⁻7 മീറ്റർ. സോ മീറ്റർ ക്യാൻസൽ, സെക്കൻഡ് ഇൻവേഴ്സ് ക്യാൻസൽ. സോ ആൻസർ വിൽ ബി ഇൻ ജൂൾ. പിന്നെ ഇത്രയും ഭാഗം ഈ 6.626 ഇൻറ്റു 10⁻34ഉം 3 ഇൻറ്റു 10⁻18ഉം അത് ഓൾറെഡി കോൺസ്റ്റന്റ് അല്ലേ. അപ്പം നിങ്ങളത് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അത് ഏകദേശം 6.626 ഇൻറ്റു 3 19 പോയിന്റ് സംതിങ് വരും. 19 പോയിന്റ് സംതിങ് എന്ന് വെച്ചാൽ 20 അടുത്ത്. സോ 20 ഇൻറ്റു -34ഉം 8ഉം കൂടെ വരും. 8ഉം 26 അല്ലേ 26 8ഉം 34. 10⁻20 എത്രയാണ് 26 എന്ന് വരും. അപ്പോൾ 20 ഇൻറ്റു 10⁻26നെ 2 ഇൻറ്റു 10⁻25 എന്ന് വിളിക്കാം. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻7. അപ്പോൾ ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. ബാക്കി നമ്മൾ ചെയ്തില്ല അല്ലേ. മൈനസ് ഇപ്പം ഞാൻ ഈ ഭാഗമാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഭാഗത്തിൻ്റെ കാൽക്കുലേഷനാണ് ഇത്. അപ്പം നമ്മൾ ഇത് ചെയ്തു. 2/4 എന്ന് വെച്ചാൽ 0.5 ഇൻറ്റു ഇത് മേളിൽ ചെല്ലുമ്പോൾ പോസിറ്റീവ് ആവും 10⁻18 വിച്ച് ഈസ് ഈക്വൽ ടു കാണത്തില്ല 5 ഇൻറ്റു 10⁻19 ജൂൾ എന്ന് ഈ ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഭാഗം ഇനി ഹാഫ് mv² കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഹാഫ് mv² ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മാസ് ഓഫ് ദി ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണ്. ഇൻറ്റു വെലോസിറ്റി അവർ തന്നിട്ടുണ്ട് അല്ലേ. ഏത് വെലോസിറ്റിയിലാണ് ഓടുന്നത്? 6 ഇൻറ്റു 10⁻5 മീറ്റർ പെർ സെക്കൻഡ്. സോ 6 ഇൻറ്റു 10⁻5 മീറ്റർ പെർ സെക്കൻഡ് ദ ഹോൾ സ്ക്വയർ വരും. ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഹാഫ് ഇൻറ്റു 9.1 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു ഇത് 10⁻10 വരും. ഇത് 10⁻21 വരും. അത്രയും കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ്⁻2 എന്ന് വരും അല്ലേ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ്⁻2 ഓക്കെ. ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 1/2 9 നമുക്ക് തന്നെ 9 എടുക്കാം അല്ലേ. അപ്പം 9 എടുത്ത് കഴിയുമ്പം ഇതും കട്ടായി പോയിട്ട് 3 വരും. 9 ഇൻറ്റു 3 27. 27 ഇൻറ്റു 6 എന്ന് പറയുമ്പം 2 4 16 162. അപ്പോൾ ഇത് 162 ഇൻറ്റു 10⁻21 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ്⁻2 ആണ്. ഇനി ഇത് എന്ന് പറയുന്നത് നമുക്ക് എന്നാ നോക്കാവേ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ്⁻2 ജൂൾ അല്ലേ. അപ്പോൾ ജൂള് നോക്കാം. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ദിസ് ഇസ് കിലോഗ്രാം മീറ്റർ സെക്കൻഡ്⁻2. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. So kilogram meter second⁻2 into displacement meter. Okay, so this is 1 joule. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് 10⁻21 അല്ലേ. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ 10⁻20 1.62 ഇൻറ്റു 10⁻19 ജൂൾ എന്ന് എഴുതി. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ഇൻറ്റു 10⁻19 ആണ്. ഈ ഭാഗത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.62 ഇൻറ്റു 10⁻19 ആണ്. Therefore 5 is equal to 5 into 10⁻19 minus 1.62 into 10⁻19 joules ആണ്. So 5 minus 1.62 എന്ന് പറയുമ്പോൾ എത്ര വരും? 3.38 അല്ലെ. 3.38 സംതിങ് ഇൻറ്റു 10⁻19 ജൂൾ എന്ന് വന്നു. നിങ്ങളുടെ ഓപ്ഷനിലേക്ക് നോക്കി. അതാ ഓപ്ഷൻ പണിയല്ലേ. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. നമ്മളതിന് എന്ത് ചെയ്യണം? ആൻസർ 3.38 ഇൻറ്റു 10⁻19 ജൂൾ എന്ന് കിട്ടിയില്ലേ. പറഞ്ഞു ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻19 ജൂൾ അല്ലേ. ഒരു ഇലക്ട്രോൺ വോൾട്ട് 1.6 ഇൻറ്റു 10⁻19 ജൂളാണ്. അപ്പോൾ ഇതിന് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? 3.38 ഇൻറ്റു 10⁻19 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻19. So your answer will be in electron volt. So these two
terms. These two 10 power will be cancelled. 3.38 minus 16 1.6 എന്ന് പറയുമ്പം ഇത് നമുക്ക് 33.8 ഡിവൈഡഡ് ബൈ 1.6 അല്ല 16 എഴുതാം. 16 അല്ലേ, 16 32. സോ ദിസ് ഇസ് 2 പോയിന്റ് സംതിങ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അപ്പം നിങ്ങളുടെ ഓപ്ഷനിൽ 0.9 ഉണ്ട്, 4 ഉണ്ട്, 2.1 ഉണ്ട്, 3.1 ഉണ്ട്. സോ യുവർ ആൻസർ വിൽ ബി 2.1. സോ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കുറച്ച് കാൽക്കുലേഷൻ കൂടുതലാണെന്നുള്ളൂ, പക്ഷേ ചെയ്യാൻ ഭയങ്കര എളുപ്പമല്ലേ, പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിക്കാം. സോ 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു മൈനസ് ഈക്വൽ ടു 1 ജൂൾ ആണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കത്തില്ല, ചെയ്ത് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ ഓർത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അടുത്തത് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. എത്രാമത്തെ നമ്പറൊക്കെ ഞാൻ മറന്നുപോയി, എങ്കിലും നോക്കിയോ. ഇഫ് ദി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ ഇൻ nth ബോർ ഓർബിറ്റ് in a hydrogenic atom, എന്ന് വെച്ചാൽ ഹൈഡ്രോജൻ ലൈക്ക് ആറ്റം, is equal to 1.5 pi A0, where A0 is the Bohr radius, then the value of n by z is എന്നാണ് ചോദ്യം. അതായത് de Broglie wavelength of the electron in the nth orbit in a hydrogenic atom എന്ന് പറയുന്നത് 1.5 into pi A0 ആണ്. നമുക്കത് എഴുതാം. ലാംഡ de Broglie wavelength is equal to 1.5 pi A0. ഇനി വാല്യൂ ഓഫ് n by z എന്താണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് n by z വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഇതിൻ്റെ അകത്ത് എന്താ ഒരു ബന്ധമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A0 എന്ന് പറയുന്നത് നമ്മൾക്ക് ബോർ റേഡിയസ് ആണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കണ്ടുപിടിക്കാൻ എന്നും ഇല്ല ഇസഡും ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പം എന്നും ഇസഡും വരുന്ന എന്തെങ്കിലും ഇതുള്ള കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നോക്കി, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ ബോർ ഓർബിറ്റ് അല്ലെ, ഒരു ഓർബിറ്റിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇത് നിങ്ങളുടെ ഒരു ഓർബിറ്റ് ആണെന്ന് വിചാരിച്ചോ, ഈ ഓർബിറ്റിൻ്റെ റേഡിയസ് r ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഓർബിറ്റിൻ്റെ സർക്കംഫറൻസ് എന്ന 2πr അല്ലെ, ഓർബിറ്റിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. ഇനി 2πr നിങ്ങൾക്കറിയാം, നമ്മളുടെ ബോർ ക്വാണ്ടൈസേഷൻ പോസ്റ്റുലേറ്റ് നല്ല വൃത്തിയായിട്ട് അറിയാവുന്നതാണ്. എന്തായിരുന്നു? MVR ഇസ് ഈക്വൽ ടു NH/2π അല്ലേ, MVR ഈക്വൽ ടു NH/2π. ഇത് നിങ്ങളുടെ ബോർ ക്വാണ്ടൈസേഷൻ പോസ്റ്റുലേറ്റ് ആണ്. ഇതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുവാണേ. ഈ 2π എടുത്ത് ഇങ്ങോട്ടും MV എടുത്ത് താഴേക്കോട്ട് എന്ത് വരും? 2πr വിച്ച് ഈസ് ഈക്വൽ ടു NH/MV. ഇനി നമ്മളൊന്ന് ആലോചിച്ചേ, എന്താണ് H/MV? de Broglie's relation അല്ലേ. സോ 2πr is equal to n lambda. So this is a very famous result obtained from de Broglie's wavelength relation. നിങ്ങൾ ഇതങ്ങ് പഠിച്ചു വെച്ചോണം. സർക്കംഫറൻസ് ഓഫ് എനി ബോർ ഓർബിറ്റ്, നമുക്കിവിടെ RN എന്ന് കൊടുക്കാം അല്ലേ. സർക്കംഫറൻസ് ഓഫ് എനി ബോർ ഓർബിറ്റ് ഈസ് an integral multiple of wavelength. Integral multiple of de Broglie wavelength. ഈ റിലേഷൻ ഓർത്ത് വയ്ക്കണം. അപ്പം നമുക്കറിയാം 2πRn is equal to n lambda എന്നറിയാം. ഇനി 2π ഇൻറ്റു ആർ എന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ നമ്മളുടെ 2πRn ഈക്വൽ ടു n ലാംഡ. 2π ഇൻറ്റു RN എന്ന റേഡിയസ് ഓഫ് ദ nth ഓർബിറ്റ്. അതിൻ്റെ ഇക്വേഷൻ എന്നാ A0 n² ആണ് റേഡിയസിൻ്റെ ഇക്വേഷൻ, വിച്ച് ഈസ് ഈക്വൽ ടു n ലാംഡ എന്ന് ഓൾറെഡി കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ ഒറ്റ റിലേഷൻ ഓർത്ത് വെച്ചാൽ മതി. 2πRn ഈക്വൽ ടു n ലാംഡ, ദാറ്റ് ഈസ് സർക്കംഫറൻസ് ഓഫ് എനി ബോർ ഓർബിറ്റ് വിൽ ബി ദി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഇനി ഇതിൻ്റെ അന്ന് ഒരു n കട്ടായിപ്പോയി അല്ലേ. അപ്പോൾ എന്താ നമ്മുടെ ചോദ്യം? വാട്ട് ഈസ് ദി വാല്യൂ ഫോർ n by z? ഇപ്പം കണ്ടോ, നിങ്ങൾക്ക് n by z ആയി. സോ n by z ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു A0 അല്ലേ. ഇനി ലാംഡയുടെ വാല്യൂ ഓൾറെഡി അവർ തന്നിട്ടുണ്ടല്ലോ, 1.5 pi A0. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1.5 pi A0 ഡിവൈഡഡ് ബൈ 2π A0. സോ pi A0 ക്യാൻസൽ. 1.5ൻ്റെ പകുതി എന്ന് പറയുന്നത് 0.75. സോ ദി വാല്യൂ ഓഫ് n by z ഈക്വൽ ടു 0.75 ആൻഡ് ദി ഗിവൺ ഓപ്ഷൻസ് ആർ 1 wrong, 0.75 correct, 0.4 and 1.5. സോ നിങ്ങൾ ചെയ്യുമ്പം ഈ റിലേഷൻ മറക്കരുത്. സർക്കംഫറൻസ് ഓഫ് എനി ബോർ ഓർബിറ്റ് ഈസ് ഈക്വൽ ടു ദി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The number of orbitals associated with the quantum numbers n is equal to 5, m is equal to 1/2 is എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാവുന്ന ചോദ്യമാണ്. അതായത് നിങ്ങൾ n is equal to 5, ഞാൻ ആദ്യം ഇത് ചെയ്ത് കാണിച്ചു തരാം. n-ന്റെ വാല്യൂ 5 ആണെങ്കിൽ എപ്പോഴാണ് നമ്മൾ ക്വാണ്ടം നമ്പറിൻ്റെ ഓർഡർ എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ, NL, ML, MS. അതിൽ n ഈക്വൽ ടു 5 ആണെങ്കിൽ L ഈക്വൽ ടു എങ്ങനെയാ? 0 to n-1, 0 മുതൽ n-1 വരെ. അപ്പോൾ 0, 1, 2,
3 എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 4ൽ നിൽക്കും. നോക്കി 5 വാല്യൂ n ഈക്വൽ ടു 5 അല്ലേ, അപ്പോൾ 0 അല്ല 3 അല്ലല്ലോ, n-1 4 അല്ലേ, സോറി. അപ്പോൾ 5 ആകുമ്പോൾ 0 1 2 3 4 n നോക്കി 1 2 3 4 5, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ ഇത് കിട്ടി. ഇനി n ഈക്വൽ ടു 5ഉം l ഈക്വൽ ടു 0യും ആരാ, 5s. എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ s, അപ്പോൾ 5s 5p, ഇത് 5d, ഇത് 5f, ഇത് 5g അല്ലേ. നമുക്ക് g ഒന്നും ഫില്ല് ചെയ്യാനില്ല, പക്ഷെ പോസിബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ്. s എന്ന് പറയുമ്പം ഒറ്റ അല്ലേ, ഒരെണ്ണം ഉള്ളൂ. p എന്ന് പറയുമ്പം 3p ഓർബിറ്റൽസ്, d എന്ന് പറയുമ്പം 5 എണ്ണം അല്ലേ. 5f എന്ന് പറയുമ്പം 7 എണ്ണം, 2 3 4 5 6 7. g എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര എണ്ണമായിരിക്കും, 1 3 5 7 9 1 2 3 4 5 6 1 2 3 4 5 6 7 8 9 ഇതുണ്ടോ, ഇത്രയായി. ഇനി നിങ്ങളോട് ചോദ്യം, ഇപ്പോൾ n ഈക്വൽ ടു 5ൽ ഇത്രയും ഓർബിറ്റൽസ് ഉണ്ട്, നമ്മൾ ഇതിനകത്ത് ഇലക്ട്രോൺ വയ്ക്കാൻ പോകാം, പക്ഷേ സ്പിന്നിൻ്റെ വാല്യൂ ഹാഫ് ആയിരിക്കണം. നോക്കിയോ, ഇവിടെ എത്ര ഇലക്ട്രോൺ കൊള്ളും, 2 2 4 6 8 10 12 14 16 അങ്ങനെ എണ്ണം അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 21 24 25. മൊത്തം ഓർബിറ്റൽസിൻ്റെ എണ്ണം എത്രയാണ്, ഓർബിറ്റൽസിൻ്റെ എണ്ണം 25. എത്ര ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിലേക്ക് കൊള്ളും, 2. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പറയുന്നത് 50. ഈ 50 എണ്ണത്തിൽ പകുതി എങ്ങനെയാണ്, ഈ 50 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ 25 എണ്ണത്തിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ പ്ലസ് ഹാഫ്, ബാക്കിയുള്ള 25ൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പർ മൈനസ് ഹാഫ്. കാരണം ഒരെണ്ണം പ്ലസ് ഹാഫ് ആണെങ്കിൽ മറ്റേത് മൈനസ് ഹാഫ് ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 25. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഇനി ഇത്രയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ തന്നാൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n² ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n² ആണ്. അപ്പോൾ പറഞ്ഞോ, n ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്പർ ഓഫ് ഓർബിറ്റൽ 25, നമ്പർ ഓഫ് ഇലക്ട്രോൺ 50, അതിൽ പകുതി ms ഈക്വൽ ടു പ്ലസ് ഹാഫ് ആയിരിക്കും. സോ ദി ആൻസർ വിൽ ബി 25. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. For the Balmer series in the spectrum of hydrogen atom, nu bar equal to RH into 1 by n1 square minus 1 by n2 square. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനെ ചെയ്താണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. 1. ആസ് ദി വേവ് ലെങ്ത് ഡിക്രീസസ്, അതായത് നമ്മൾ ഈ ന്യൂവിന് പകരം 1 by ലാംഡ നമ്മുടെ കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അതായത് ബാമർ സീരീസ് ഓഫ് ഹൈഡ്രോജൻ സ്പെക്ട്രത്തിൽ ന്യൂ ബാർ ഈക്വൽ ടു ഇത് തന്നു. ബാമർ സീരീസ് ആണ്. ബാമർ സീരീസ് നമുക്ക് കാണാൻ പറ്റുന്ന സീരീസ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദി വിസിബിൾ റീജിയൻ ആണ്. ബാമർ സീരീസ് എന്ന് പറഞ്ഞാൽ വിസിബിൾ റീജിയനുള്ള. സോ 1 by ലാംഡ ഈക്വൽ ടു RH ഇൻറ്റു 1 by n1 സ്ക്വയർ മൈനസ് 1 by n2 സ്ക്വയർ. ഇനി വേവ് ലെങ്ത് കുറയുമ്പം, ഈ ഭാഗം കുറയുമ്പം അല്ല, ഈ ഭാഗം കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ വാല്യൂ കൂടും. ദി ലൈൻസ് ഇൻ ദി സീരീസ് കൺവേർജ്, അതായത് സീരീസിലെ ലൈൻസ് എല്ലാം കൺവേർജ് ചെയ്യപ്പെടും, ഉറപ്പാണ്. കാരണം വേവ് ലെങ്ത് കൂടുക എന്ന് വെച്ചാൽ മീനിങ് എന്നാ, എനർജി കുറയുക. ബിക്കോസ് എനർജി ആൻഡ് വേവ് ലെങ്ത് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. സോ നിങ്ങളുടെ വേവ് ലെങ്ത് കുറയും തോറും, വേവ് ലെങ്ത് കുറയാന്ന് വെച്ചാൽ എനർജി കൂടുന്നു. എനർജി കൂടുക എന്ന് വെച്ചാൽ നമ്മളുടെ സീരീസ് മേളിലേക്കാണ് പോകുന്നത്. മേളിലോട്ട് എനർജി കൂടുക എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ഇതാണ് നിങ്ങളുടെ എനർജി ആക്സസ്. ഇവിടെ ഇതാണ് എനർജി ആക്സസ്. മേളിലേക്ക് പോകുന്നതോറും എനർജി കൂടുന്നുണ്ട്. അപ്പോൾ വേവ് ലെങ്ത് കുറയുന്നു, എനർജി കൂടുന്നു. പക്ഷേ മേളിലോട്ട് പോകുന്നതോറും ലൈൻസ് എങ്ങനെയാണ്, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് മാറുന്നു. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി ഇത് ഇൻറ്റീജർ n1 എന്ന് പറയുന്നത് 2 ആണ്. ഈ n1 2 ആണ്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് കറക്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ബാമർ സീരീസ്. ബാമർ സീരീസിലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് 2 ആണ്. ലൈമൺ സീരീസിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് 1 ആണ്. അതുപോലെ ബാമർ പാസ്റ്റൺ സീരീസിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് 3 ആണ്. അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റ് 2ൽ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ബാമർ സീരീസ്. സോ യുവർ ഓപ്ഷൻ 2 ഈസ് ഓൾസോ കറക്റ്റ്. ഇനി ദി ലൈൻസ് ഓഫ് ദി ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കറസ്പോണ്ട്സ് ടു n2 ഈക്വൽ 3 ആണ്. ഞാനതൊന്ന് വരച്ച് കാണിച്ചു തരാം. നോക്കിക്കോണേ, ഇത് n1 ഈക്വൽ ടു n ഈക്വൽ ടു 1, ഇത് n ഈക്വൽ ടു 2, ഇത് n ഈക്വൽ ടു 3, പോയി ഇത് n ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ആക്സസും ആണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ദി ലൈൻസ് ഓഫ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പം ഇൻഫിനിറ്റിയിൽ നിന്നൊരു ലൈൻ ഇറങ്ങി വരുവാണ്. സോറി, 1ലേക്കല്ലാട്ടെ, ഞാൻ വരച്ച മാറിപ്പോയി. നമ്മളിത് ലൈമൺ സീരീസ് അല്ല, ബാമർ 2ലേക്കാണ്. ഇങ്ങനെ വരുന്നു. 3ൽ നിന്നും വരുന്നു. ഇതിൽ ഇത് രണ്ടുപേരും വന്നേക്കുന്ന 2ലേക്കാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് 2ലേക്ക് വരുന്ന ഒരു ലൈനുണ്ട്, 3ൽ നിന്ന് 2ലേക്ക് വരുന്ന ലൈനുണ്ട്. അതിലെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കാണിക്കുന്നത് 3ൽ നിന്നാണെന്ന്. അതെ, കാരണം ഇവിടെ നോക്കിയേ, ഈ രണ്ടുപേരുടെ എനർജി എങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എനർജി കുറവാണ്, പക്ഷെ വേവ് ലെങ്തോ ഹൈ. ഇവിടെ എനർജി എങ്ങനെയാ, ഹൈ.
വേവ് ലെങ്ത് കുറവ്. അപ്പോൾ എപ്പോഴും ഓർത്തോണം നിങ്ങളുടെ N1 ഇത് ഇവിടുന്ന് തൊട്ട് മേളിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ് ആണ് എന്ത് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്. ഏറ്റവും മേളിൽ നിന്ന് വരുന്നത് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്. നിങ്ങൾ ഓർത്തോണം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. എനർജി ഈസ് വെരി ഹൈ ബട്ട് വേവ് ലെങ്ത് ഈസ് വെരി ലോ. അതുകൊണ്ട് ഇത് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്. ഇത് എനർജി ഈസ് വെരി ലോ ബട്ട് വേവ് ലെങ്ത് ഈസ് വെരി ഹൈ. അപ്പോൾ ഇത് ലോങ്ങസ്റ്റ് ആണ്. അപ്പോൾ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ട്രാൻസിഷൻ വരുന്ന എവിടുന്ന 3യിൽ നിന്ന്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. നാലാമത്തത് ദി അയോണൈസേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം വേവ് നമ്പർ ഓഫ് ദീസ് ലൈൻസ്. അതായത് ഈ ലൈൻസിന്റെ അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ബാമർ സീരീസിലുള്ള ലൈൻസിന്റെ എനർജി കണ്ടുപിടിച്ച അല്ലെങ്കിൽ വേവ് നമ്പറിൽ നിന്ന് നമുക്ക് എനർജി കണ്ടുപിടിക്കാം. അപ്പം എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാണ്? എച്ച് ന്യൂ ആണ് അല്ലെങ്കിൽ എച്ച് സി ബൈ ലാംഡയാണ്. 1/λ എന്ന ന്യൂ ബാർ. സോ ഇറ്റ് ഈസ് എച്ച് സി ന്യൂ ബാർ ആണ്. ഇപ്പം ന്യൂ ബാറിന്റെ വാല്യൂവിൽ നിന്ന് എനർജി കണ്ടുപിടിക്കാം. പക്ഷേ അയണൈസേഷൻ എനർജി കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അയണൈസേഷൻ എനർജി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ലെവൽ ടു ഫസ്റ്റ് ലെവൽ ആണ്. ഇൻഫിനിറ്റി ലെവലിൽ നിന്ന് ഒന്നാമത്തെ ലെവലിലേക്ക് വരണം. പക്ഷേ ഇവിടെ എനർജി നമ്മൾ ഒന്നാമത്തെ ലെവലിലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാമർ സീരീസിലെ എനർജി ലെവൽ N=2യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അയണൈസേഷൻ എൻതാൽപ്പി ഹൈഡ്രജന്റെ വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് N സ്റ്റാർട്ട് ആവുന്ന 2യിൽ നിന്നാണ്. പക്ഷേ അയണൈസേഷൻ എനർജി ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് ഇൻഫിനിറ്റി ആണ്, E∞ മൈനസ് E1 ആണ്. സോ ദിസ് ഓപ്ഷൻ ഈസ് റോങ്. അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു. അത് 1, 2, 3 ആർ കറക്റ്റ്, 1, 2, 4 ആർ കറക്റ്റ്, 2, 3, 4 ആർ കറക്റ്റ്, അങ്ങനെയായിരുന്നു. സോ ദി ആൻസർ വിൽ ബി 1, 2, 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സോ ദിസ് ഈസ് റിലേറ്റഡ് ടു ബാമർ സീരീസ് അല്ലെ, തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് റേഡിയസ് ഓഫ് ദി സെക്കൻഡ് ബോർ ഓർബിറ്റ് ഇൻ ടേംസ് ഓഫ് ബോർ റേഡിയസ് A0 ഇൻ ലിത്തിയം 2+ ഈസ്. ആദ്യം ചോദിക്കേണ്ടത് ലിത്തിയം 2+ പറഞ്ഞ് ഇയാളുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 ആണ്. സോ ദിസ് ഇസ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് അപ്ലൈ ചെയ്യാം? നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സോ ക്ലാസിക്കൽ മെക്കാനിക്സോ അപ്ലൈ ചെയ്യാം. ഇനി റേഡിയസ് ഓഫ് ദി സെക്കൻഡ് ബോർ ഓർബിറ്റ് ഇൻ ടേംസ് ഓഫ് A0 ഓഫ് ലിത്തിയം 2+. റേഡിയസിന്റെ ഇക്വേഷൻ പറ. R എല്ലാത്ത മഷിയായിപ്പോയല്ലോ. Rn is equal to പറഞ്ഞേ A0 n² ഡിവൈഡഡ് ബൈ Z. അതിൽ A0യുടെ ടൈമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ അത് മാറ്റണ്ട. നമ്മളോട് ചോദിച്ചേക്കുന്ന റേഡിയസ് ഓഫ് ദി സെക്കൻഡ് ഓർബിറ്റ്. സോ ദിസ് ഇസ് R2. A0 ഇൻറ്റു n എത്രയാ? 2² ഡിവൈഡഡ് ബൈ Z. ലിത്തിയം അല്ലേ? അപ്പോൾ Z എത്രയായിരുന്നു? 3. ആ ലിത്തിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 വിച്ച് ഈസ് ഈക്വൽ ടു A0 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 3. സോ ദി ആൻസർ വിൽ ബി 4A0 ഡിവൈഡഡ് ബൈ 3. ഓപ്ഷൻ 4 അല്ലെ, 4A0 ഡിവൈഡഡ് ബൈ 3. ഓപ്ഷൻ 4. ദാറ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി ഫോർത്ത് ബോർ ഓർബിറ്റ് ഈസ്. നോക്കിയേ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിനെയും ബോർ ഓർബിറ്റിനെയും കൂടെ കണക്ട് ചെയ്തു. അപ്പോൾ ഓർത്തോണം, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തും ബോർ ഓർബിറ്റ് അല്ലെ, ഓർബിറ്റ് എന്ന് പറയുമ്പോൾ സർക്കുലർ പാത്ത്, അതും കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് റിലേഷൻ അറിയാം അല്ലെ. ഏതാ? ആറും. എങ്ങനെയായിരുന്നു? സർക്കംഫറൻസ് ഓഫ് ബോർ ഓർബിറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഡി ബ്രോഗ്ലിസ് വേവ് ലെങ്ത്. ഇനി ചോദ്യം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഫോർത്ത് ബോർ ഓർബിറ്റ് ആണ്. അപ്പോൾ n ഇസ് ഈക്വൽ ടു എന്താണ്? 4 ആണ്. ഇപ്പം ലാംഡ ഇസ് ഈക്വൽ ടു 2πr4/4. R4 എന്ന് എഴുതാൻ കാരണം എന്നാ? നാലാമത്തെ ഓർബിറ്റ് ആയതുകൊണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു നമുക്കറിയാം n ഇസ് ഈക്വൽ ടു A0 n² ബൈ Z ആണ്. ഞാനിവിടെ കൊടുക്കുവാണേ. A0 n എത്രയായിരുന്നു? 4² ബൈ Z. ഇത് ആരുടെയായിരുന്നു? ഡി ബ്രോഗ്ലി ഓഫ് ആൻ ഇലക്ട്രോൺ ഓഫ് ദി ബോർ ഓർബിറ്റ്. ആരാന്ന് പറഞ്ഞിട്ടില്ല. സോ ആരാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രജൻ എടുക്കാം. സോ ഇസഡിന്റെ വാല്യൂ 1 ആണ്. ഡിവൈഡഡ് ബൈ ഒരു 4 ഓൾറെഡി ഉണ്ട്. സോ ഇവിടുന്ന് ഒരു 4 കട്ടാവുന്നു. സോ ദി ആൻസർ വിൽ ബി 4 ഇൻറ്റു 2 8πA0 എന്ന് വരും. സോ അത് ആൻസർ വിൽ ബി 8πA0. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ആൻസർ. ഫോർത്ത് ബോർ ഓർബിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫോർത്ത് ബോർ ഓർബിറ്റ് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതിന്റെ വാല്യൂ ഏതാ? 2π അല്ല, ആദ്യം നിങ്ങൾ 2πr = n λ എടുക്കണം. 2πr = n λ എടുക്കുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു. എന്താ? ഇന്റഗ്രൽ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ബോർ ഓർബിറ്റ് വിൽ ബി ഈക്വൽ ടു ദി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്നുള്ള റിലേഷൻ പറഞ്ഞായിരുന്നു. ഈ റിലേഷൻ വെച്ചുകൊണ്ട് നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ലാംഡയുടെ എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടി 2πr4. നിങ്ങൾ എന്തിനാണ് R4 എടുത്തത്? R4 എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയണം, അവർ ചോദിച്ചിരിക്കുന്ന ഫോർത്ത് ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. ഇനി R4 എടുത്ത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തെടുത്തു അല്ലെ. R4 എടുത്ത് പ്രോബ്ലം സോൾവ് ചെയ്തു. പക്ഷേ R4ന്റെ Rn റിലേഷൻ എന്ന A0 n² ഡിവൈഡഡ് ബൈ Z ആണ്. ഇനി A0 n² ഡിവൈഡഡ് ബൈ Z
ആണെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര എടുത്തത് 1 എടുത്തു. എന്തുകൊണ്ട് അങ്ങനെ എടുത്തു? അവർ ഏത് ആറ്റമാണെന്ന് പറഞ്ഞിട്ടില്ല. ഏത് ആറ്റമാണെന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് ഹൈഡ്രോജൻ ആയിട്ട് എടുക്കാം. അപ്പം നമ്മൾ ഇസഡിന്റെ വാല്യൂ 1 എന്ന് എടുത്തു. എൻ സ്ക്വയറിന്റെ വാല്യൂ 4 ആണ്. അപ്പം നമ്മൾ എന്നിന്റെ വാല്യൂ 4 ആണ്, കാരണം അത് 4th ഓർബിറ്റ് ആണ്. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ഇവിടെ നിന്ന് ഒരു 4ഉം ഇവിടുത്തെ ഒരു 4ഉം കൂടെ കട്ടായി പോയി. അത് രണ്ടും ക്യാൻസൽ ആയി പോയതിന് ശേഷം നമ്മൾ 2π × a0 ഒരു 4 മിച്ചുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8π a0 ആയിട്ട് മാറുന്നു. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 1. അപ്പം നിങ്ങൾ ഈ റിലേഷൻ ഓർത്ത് വെക്കണം, 2πr = n λ. സോ ഇത് തന്നെ അപ്ലൈ ചെയ്ത് ഈ ഒരു വർഷം തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണേ. Which of the following orbital is not possible? Psi 100, psi 420, psi 331, psi 532. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയണം എന്താണ് psi. psi എന്ന് പറയുന്നത് is an address of ഓർബിറ്റൽ ആണ്. ഓർബിറ്റലിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് psi. നമുക്ക് മൊത്തം 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? എൻ ആരെ കാണിക്കാൻ വേണ്ടിയാണ്? ഷെല്ല്. എല് ആരെ കാണിക്കാനാണ്? സബ് ഷെല്ല്. ML ആരെ കാണിക്കാനാണ്? ഓർബിറ്റൽ. MS ആരെ കാണിക്കാനാണ്? ഇലക്ട്രോൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെല്ലിനെ കാണിക്കാൻ ആര് മാത്രം മതി? N. സബ് ഷെല്ല് കാണിക്കാൻ L മാത്രം പോരാ, N-ഉം L-ഉം. ഓർബിറ്റൽ കാണിക്കാൻ ഏതൊക്കെ? N-ഉം L-ഉം ML-ഉം. ഇലക്ട്രോണിനെ കാണിക്കാൻ വേണ്ടി N-ഉം L-ഉം ML-ഉം MS-ഉം. മനസ്സിലായോ? അപ്പൊ ഷെല്ലിന് 1 ലൈൻ അഡ്രസ്, സബ് ഷെല്ലിന് 2 ലൈൻ അഡ്രസ്, ഓർബിറ്റൽ 3 ലൈൻ ആൻഡ് ഇലക്ട്രോൺ 4 ലൈൻ. അപ്പൊ സൈ എന്ന് കാണിക്കുന്ന എന്തായാലും ഓർബിറ്റലാണ്. അപ്പൊ സൈയുടെ താഴെ കിടക്കുന്ന ഈ 3 വാല്യൂ എന്ന് പറഞ്ഞാൽ അയാളുടെ അഡ്രസ് ആണ്. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഓർബിറ്റൽ ഈസ് റെപ്രസെന്റഡ് ബൈ സൈ NLML. ഇതാണ് ഓർബിറ്റലിന്റെ റെപ്രസെന്റേഷൻ. ഇനി പറയാം, ഇവിടെ N-ന്റെ വാല്യൂ എത്രയാ? N-ന്റെ വാല്യൂ 1, L-ന്റെ വാല്യൂ 0, ML-ന്റെ വാല്യൂ 0. ഇത് പോസിബിൾ ആണോ നോക്കി? N-ന്റെ വാല്യൂ 1 ആണെങ്കിൽ L-ന്റെ വാല്യൂ 0 വരാം. L-ന്റെ വാല്യൂ 0 ആണെങ്കിൽ ML 0 വരാം. സോ ദിസ് ഇസ് പോസിബിൾ. അടുത്ത 40 പറ. N-ന്റെ വാല്യൂ 4 വന്നാൽ L-ന്റെ വാല്യൂ 2 വരുമോ? വരാം. N-ന്റെ വാല്യൂ 4 വന്നാൽ 0, 1, 2, 3 വരെ വരാം. ഇനി ML-ന്റെ വാല്യൂ എന്നാ? -2 to +2. -2 to +2 വരുന്ന വാല്യൂ ആണ് ഏത്? 0. സോ ദിസ് ഈസ് ഓൾസോ പോസിബിൾ. അടുത്ത് N-ന്റെ വാല്യൂ എത്രയാ? 3. L-ന്റെ വാല്യൂ 3. ML-ന്റെ വാല്യൂ 1. അപ്പൊ നോക്കിയേ, N-ന്റെ വാല്യൂ 3 ആണെങ്കിൽ L-ന്റെ വാല്യൂ 0, 1, 2. Therefore it is not possible. അല്ല, N-ന്റെ വാല്യൂ 3 ആണെങ്കിൽ L-ന്റെ വാല്യൂ ഒരു സ്റ്റെപ്പ് താഴെ നിൽക്കണം. അത് പറ്റില്ല. ഇനി 4ാമത്തെ പറഞ്ഞു, N-ന്റെ വാല്യൂ 5, L-ന്റെ വാല്യൂ 3 ആകാമോ? ആകാം. 5ൽ താഴെയുള്ള ഏത് വാല്യൂ വരാം. അതുപോലെ ML-ന്റെ വാല്യൂ എന്നാ? -3 to +3. ഇവിടെ എന്നാ ചോദിച്ചേക്കുന്നത്? 2. സോ ML-ന്റെ വാല്യൂ 2. ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. അപ്പോൾ ഇതിൽ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു ഓർബിറ്റൽ എക്സിസ്റ്റ് ചെയ്യില്ല. ഇനി ഓർബിറ്റലിന്റെ പേര് നോക്കിക്കോണേ. ഇത് 1ാമത്തെ ഷെല്ലിലെ S സബ് ഷെല്ലിലെ ഓർബിറ്റലാണ്. സോ ദിസ് ഈസ് ദി അഡ്രസ് ഓഫ് 1s. ഇനി 420 നോക്കിയോ. 4ാമത്തെ ഞാൻ ഇവിടെ എഴുതുവാണേ. 4ാമത്തെ ഷെല്ലിലെ 2 എന്ന N = 2 വന്നാൽ D ആണ്. D 5 എണ്ണം ഉണ്ട്. പക്ഷെ ഇവിടെ 0 ആയതുകൊണ്ട് നിങ്ങൾ ഇന്റർന്യൂക്ലിയർ ആക്സിസ് Z ആണ്. ഇപ്പൊ ML-ന്റെ വാല്യൂ 0 വന്നാൽ നിങ്ങൾ DZ² എന്ന് എഴുതാവുള്ളൂ. ഇതിന് പകരം 1ഓ 2ഓ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിക്കോ, DX5ഓ DYZ ഏതിലേരിക്കോ. 0 വന്നു കഴിഞ്ഞാൽ 4DZ². ഇനി ഇതിന് അഡ്രസ് ഇല്ല, ബിക്കോസ് ഇത് ഇങ്ങനെ ഒരു സാധനം ഇല്ല. ഇനി 532ന്റെ അഡ്രസ് പറ. 5ാമത്തെ ഷെല്ലിലെ 3 വരുമ്പോൾ ഏതാ? F. 2 വരുമ്പോൾ ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. 5Fന് നിങ്ങൾക്ക് പേര് ചിലപ്പോൾ അറിയണ്ടാവില്ല. 5F, XYZ അങ്ങനെ ഇഷ്ടം പോലെ പേരുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഓർമ്മ എഴുതുക. സോ ദിസ് ഇസ് 5XYZ. അപ്പം അങ്ങനെ ഈ 3 ഓർബിറ്റൽസ് പോസിബിൾ ആണ്. ഇത് പോസിബിൾ അല്ല. സോ സൈ റെപ്രസെന്റ്സ് ആൻ അറ്റോമിക് ഓർബിറ്റൽ ആണ്. അറ്റോമിക് ഓർബിറ്റലിനെ കാണിക്കാൻ 3 ലെറ്റർ ഉണ്ട്. സോ സൈ അറ്റോമിക് ഓർബിറ്റലിന്റെ റെപ്രസെന്റേഷൻ സൈ NLML എന്നാണ്. മറക്കരുത്, സൈ NLML. ഓക്കെ, അപ്പം നമ്മളുടെ 11 ക്വസ്റ്റ്യൻ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2019-2020 ചോദിച്ച MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ഏത് ഭാഗത്തെ ഡൗട്ട് അല്ലെങ്കിൽ എത്രാമത്തെ മിനിറ്റ് സമയത്താണ് ഡൗട്ട് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റെപ്രസെൻറ്റ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. അപ്പം സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ MCQ തീർന്നു. ഇത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഒരു ഭാഗം മാത്രമാണ്. ഇനിയും സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് വരാം. അപ്പം നാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അടുത്ത വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്
PHൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. PH കാൽക്കുലേഷൻ്റെ മാത്രം MCQs ആണ് അടുത്ത വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് PHനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ വരുമ്പം ആ വീഡിയോ കാണുമ്പം ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാൻ ട്രൈ ചെയ്യണം. പിന്നെ നമ്മൾ സ്ട്രക്ചർ ഓഫ് എർത്തിന് MCQ തീർത്തു. നാളെ നമ്മൾ PHൻ്റെ MCQ എടുക്കും. സോ അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.